കാരണം മുൻകൂട്ടി ഇതൊരു ആത്മഹത്യയാണെന്നും ഇത് ആ നിലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശവശരീരമൊക്കെ കൂടി ഈ പറയുന്ന ദഹിപ്പിച്ച് കളയുന്നതോടുകൂടി തീരുന്ന അതിനു വേണ്ടിയിട്ടാണല്ലോ കണ്ണൂർ സെക്രട്ടറി പത്തനംതിട്ട വരെ പോകുന്നു. പത്തനംതിട്ടയിലെ പാർട്ടി ഒന്നടങ്കം ഈ കുടുംബത്തെ ഈ പറയുന്ന എമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കയ്യിൽ വെക്കുന്നു. അവിടുത്തെ എല്ലാ മരണാനന്തര ചടങ്ങുകളുടെ എല്ലാ കാര്യവും ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ടതാണല്ലോ. ഇത് മുഴുവൻ പാർട്ടി നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം കത്തിച്ചു കളയുന്നത് വരെയുള്ളത് ഉറപ്പാക്കുന്നുണ്ട് വളരെ വേഗത്തിൽ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ആത്മഹത്യ. ഈ മരണത്തെ കുറിച്ച് ഈ ആളുകൾക്ക് എന്തോ ഒരു മുൻധാരണയുണ്ട്. ലോകം അറിയുന്നതിന് മുമ്പ് ഈ മരണത്തെക്കുറിച്ച് ഇതിന്റെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. ഈ മരണം ഒരു ആത്മഹത്യ ആയിരിക്കും എന്നത് ആദ്യമേ ഉറപ്പാക്കപ്പെട്ടിട്ടിട്ട ഒരു FIR ആണ്. ഉറപ്പാക്കിയിട്ടിട്ടുള്ള ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ്. ഉറപ്പാക്കി നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം പ്രഹസനമാണ്. ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടി അവിടെ നടന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ഉള്ളടക്കം ഇതായിരിക്കില്ല. കാരണം ഒരു ADMന്റെ നിലവാരത്തിൽ ഒരാളുടെ ശരീരമാണ് തങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്നൊരു ഗൗരവ ബുദ്ധി ഈ പറയുന്ന ഫോറൻസിക് സർജന്മാർക്ക്, അതും സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജന്മാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കി വെച്ച CPMനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഖാവിനെ നമ്മൾ കൊന്നാൽ നിങ്ങൾക്ക് എന്താ ലോകമേ എന്നൊരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. കാരണം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം, ഇപ്പൊ ഇൻക്വസ്റ്റ് നമ്മൾ അറിയാം, ഇൻക്വസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. ഇൻക്വസ്റ്റില് കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ അടിവസ്ത്രത്തിലെ ചോരക്കറയെ കുറിച്ചുള്ള വിശദീകരണം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കും നമ്മൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ യുക്തി വ്യക്തമാകുക. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തയാളും സഖാവാണ്. നടന്നിട്ടുള്ള ആശുപത്രി ഈ പറയുന്ന CPMന്റെ നിയന്ത്രണത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും അവിടെ ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് സന്നിഹിതനായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി MV ജയരാജൻ ദീർഘകാലം അത് ഈ സ്വാശ്രയ മേഖലയിലായിരുന്ന കാലത്ത് അതിന്റെ ചെയർമാനായിരുന്ന ആളാണ്. നമസ്കാരം. ഇന്ന് ഡിസംബർ 14-ാം തീയതി, 2 മാസങ്ങൾക്കപ്പുറം, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 14-ാം തീയതിയാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസം പങ്കുവയ്ക്കുന്നത്. അഥവാ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് അന്നാണ്. ഒക്ടോബർ 14-ാം തീയതി വൈകുന്നേരം അദ്ദേഹത്തിന് കണ്ണൂർ കളക്ട്രേറ്റിൽ വെച്ച് തന്നെ ഒരു യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു. പത്തനംതിട്ടയിലേക്ക്, സ്വന്തം നാടായ മലയാലപ്പുഴയിലേക്ക്, പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം പിറ്റേ ദിവസം സ്ഥലം മാറി പത്തനംതിട്ടയിൽ ADM ആയി ചുമതലയേൽക്കാൻ പോകുന്നു. അതുകൊണ്ട് 14-ാം തീയതി കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കളക്ടറുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒരു യാത്രയയപ്പ് നൽകുന്നു. അക്ഷരാർത്ഥത്തിൽ ആ യാത്രയയപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന യാത്രയയപ്പായി മാറുന്നു. ഒരു വേള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു യാത്രയയപ്പ് മരണത്തിലേക്കുള്ള യാത്രയയപ്പായി മാറുന്നു. കണ്ണൂർ ADM ആയി കണ്ണൂരിലെ അവസാന നാളുകളായിരുന്നു ADM നവീൻ ബാബുവിൻ്റെ ഒക്ടോബർ 14-ാം തീയതി അന്ന് ആ യാത്രയയപ്പ് ചടങ്ങിലൂടെ ഉണ്ടായത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ലോകം, അല്ലെങ്കിൽ മലയാളികൾ ഇപ്പോഴും ആകാംക്ഷയോടുകൂടി, സംശയത്തോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ദുരൂഹമായ ഓരോരോ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളും വന്നുകൊണ്ടിരിക്കുന്നു. ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാവട്ടെ ഔദ്യോഗിക ജീവിതത്തിലാവട്ടെ ഒരിക്കലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കണ്ണൂരിൽ ജോലി ചെയ്യുന്നതിൻ്റെ പേരിൽ വളരെയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കണ്ണൂരിന് പുറത്തേക്ക് അദ്ദേഹം സ്ഥലം മാറിപ്പോകുമ്പോൾ, സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ആ സമ്മർദ്ദങ്ങളെല്ലാം തീർന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്? ഈ ചോദ്യം കേരളത്തിൻ്റെ മനസാക്ഷിയിൽ ഇപ്പോഴുമുണ്ട്, കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഇപ്പോഴുമുണ്ട്. നവീൻ ബാബുവിൻ്റെ കുടുംബവും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലുള്ള ചില സ്ഥാപിത താല്പര്യക്കാരുടെ, ചില ഭൂമാഫിയകളുടെ, കോറി മാഫിയകളുടെ, വഴിവിട്ട ചില ബിസിനസ് ബന്ധങ്ങളുടെ, സംരംഭകരുടെ എല്ലാം ഒത്താശയ്ക്കൊത്ത് തുള്ളാതിരുന്നതിൻ്റെ പേരിൽ, ഇവരുടെ എല്ലാം കൃത്യമായ അനധികൃത ഇടപാടുകളുടെ രഹസ്യ വിവരങ്ങൾ അറിയാവുന്നതിൻ്റെ പേരിൽ തന്നെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിന് വെളിയിലേക്ക് വിടാതെ
അത്തരം മാഫിയ സംഘങ്ങൾ കൂട്ടം ചേർന്ന് നവീൻ ബാബുവിനെ വകവരുത്തിയത് എന്നാണ് ഇപ്പോൾ കേരളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും കേരളത്തിൻ്റെ മനസ്സിലേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നതും ഓരോ ദിവസവും ഓരോ ദുരൂഹതകളാണ് നവീൻ ബാബുവിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായ രീതിയിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇടതുപക്ഷ നിരീക്ഷകനായ ഉമേഷ് ബാബു ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇൻക്വസ്റ്റ് നടത്തിയ പോലീസുകാരോ അല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനോ രാഷ്ട്രീയക്കാരോ മറ്റു സാംസ്കാരിക പ്രവർത്തകരോ ആരും തന്നെ ഇതിൽ 95% ആളുകളും ഈ മൃതദേഹത്തോടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടും ഒരു കാരണവശാലും നീതി പുലർത്തിയിട്ടില്ല എന്നാണ് ഉമേഷ് ബാബു പറയുന്നത്. ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നവീൻ ബാബുവിനെ വകവരുത്തിയത്, കൊലപ്പെടുത്തിയത്. എന്നാൽ ആ കൊലപാതകത്തിൻ്റെ വിവരങ്ങളും രഹസ്യമാക്കി വയ്ക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിച്ചു കളയുന്നതിന് വേണ്ടി തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MP ജയരാജൻ അടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിഗൂഢമായ നീക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പത്തനംതിട്ടയിൽ കൊണ്ടുപോയി ആ മൃതദേഹം ദഹിപ്പിച്ചു കളയുന്നത് വരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും പത്തനംതിട്ടയിലെ ജനാവലിയെയും CPM-കാർ പറഞ്ഞ് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത് ധൃതി പിടിച്ച് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ദഹിപ്പിച്ച് തെളിവുകളില്ലാതാക്കി തീർക്കുകയായിരുന്നു CPM-കാരുടെ ഉദ്ദേശവും ലക്ഷ്യവും. അതവർ സാധിച്ചെടുത്തു. വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയില്ലാത്ത രീതിയിൽ മൃതദേഹം അഗ്നിക്കിരയാക്കി. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി ഉയർന്നു വരുന്ന ഒരു വിവാദങ്ങളും തെളിയിക്കാൻ പോകുന്നില്ല എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇത്തരം വിവരങ്ങളാണ് ഉമേഷ് ബാബു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. നവീൻ ബാബുവിൻ്റെ മരണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 മാസം പിന്നിടുമ്പോൾ എന്താണ് ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകളെന്ന് തിരിച്ചറിയാനാവാതെ ആ കുടുംബം വേവലാതി കൊണ്ടിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു. CPM-ഉം സർക്കാരും പോലീസുമാകട്ടെ ഈ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ആ കേസ് അന്വേഷണത്തിന് പുറമേ നിന്ന് മറ്റൊരു അന്വേഷണ ഏജൻസികളുടെ ആവശ്യമില്ല. സർക്കാർ ഇങ്ങനെയൊരു അന്വേഷണം തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് CPM-ഉം സർക്കാരും പെരുമാറുന്നത്. ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ CBI അന്വേഷണം പോലും ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ള മട്ടിൽ തന്നെ അവർ ആ കുടുംബത്തോട് എതിരെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ചില വിവരങ്ങളാണ് ഉമേഷ് ബാബു പങ്കുവയ്ക്കുന്നത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് അഥവാ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 2 മാസം തികയുമ്പോൾ ആ മരണത്തെക്കുറിച്ച് ഉമേഷ് ബാബു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോഴും രേഖകളൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ടല്ലോ. കോടതി ഈ CBI അന്വേഷണത്തിനെ കുറിച്ച് നടക്കുന്ന ഈ കോടതി നടപടികളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള രേഖകളൊക്കെ പരിശോധിച്ചാൽ, ഇപ്പൊ കേരള പോലീസ് സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്? ഈ നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്ന കാര്യത്തെ CPM-ഉം അത് നിയന്ത്രിക്കുന്ന പോലീസ് സംഘവും എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്ങനെയാണെന്നും വളരെ വ്യക്തമാണ്. ഇതിലിപ്പോ അതിൽ FIR നിന്ന് തുടങ്ങുന്നുണ്ട് അതിന്റെ തമാശ. FIR 9:40 ഇയാള് ഈ ഡ്രൈവർ കൊടുത്തിട്ടുള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവർ കൊടുത്തിട്ടുള്ള ഒരു വാചാ പരാതിയുടെ പുറത്ത് രജിസ്റ്റർ ചെയ്തു എന്നാണ് FIR-ൽ ഉള്ളത്. വാസ്തവത്തിൽ അതിനൊക്കെ എത്രയോ സമയം മുമ്പ് ഈ മരണത്തിന്റെ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഈ പോലീസുകാർ ഈ പറയുന്ന ഈ FIR ഒക്കെ ഇട്ടിരിക്കുന്ന പോലീസുകാരൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് സീൻ ഓഫ് ക്രൈം സന്നിഹിതരായിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് FIR ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകിയതെന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ദിവസം മുതലേ പറയുന്ന കാര്യമാണ്, ഇത് ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടെന്നും ഈ മരണം ഒരു ആത്മഹത്യയായിട്ട് നമ്മൾ അങ്ങ് അവസാനിപ്പിക്കാനാണ് പോകുന്നത് എന്നൊരു കാര്യത്തിൽ ഒരു മുൻധാരണ ഈ പോലീസിനുണ്ടായിരുന്നു. വളരെ വ്യക്തമാക്കുന്ന നടപടിക്രമങ്ങളാണ് കാണുന്നത്. ADM-നെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ട്, അതും പ്രത്യേകിച്ച് ആ ദിവസം ഈ മരിച്ച രാവിലെ അദ്ദേഹം ഈ പത്തനംതിട്ട ജില്ലയിലെ ADM-ന്റെ കസേരയിൽ ചുമതല ഏറ്റെടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനല്ല. ഈ നിലയിൽ സെർവിംഗ് ആയിട്ടുള്ള ഒരു ADM ഈ മരിച്ച നിലയിൽ കാണപ്പെട്ടിട്ട് അതിന്റെ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഡ്രൈവർ ഒരു വാചാ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നാണ് FIR അവകാശപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഞാനത് മുമ്പ് വ്യക്തമാക്കിയതാണ്. ഇതെന്താ ചോദിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഖാവിനെ നമ്മൾ കൊന്നാൽ നിങ്ങൾക്കെന്താ ലോകമേ എന്നൊരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. കാരണം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം, ഇപ്പോൾ ഇൻക്വസ്റ്റ് നമ്മൾ അറിയാം, ഇൻക്വസ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. ഇൻക്വസ്റ്റില്
കുറച്ചുകൂടി സത്യസന്ധമായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ അടിവസ്ത്രത്തിലെ ചോരക്കറയെ കുറിച്ചുള്ള വിശദീകരണം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കൂ. നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ യുക്തി വ്യക്തമാകുക. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തയാളും സഖാവാണ്. നടന്നിട്ടുള്ള ആശുപത്രി ഈ പറയുന്ന CPM-ന്റെ നിയന്ത്രണത്തിൽ ദീർഘകാലം ഉണ്ടായിരുന്ന, പ്രത്യേകിച്ചും അവിടെ ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് സന്നിഹിതനായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി MV ജയരാജൻ ദീർഘകാലം അത് ഈ സ്വാശ്രയ മേഖലയിലായിരുന്ന കാലത്ത് അതിന്റെ ചെയർമാനായിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും തിക്കായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു സ്ഥലത്തെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു ഡോക്ടർ സഖാവ്, കാരണം ഈ പോസ്റ്റ്മോർട്ടം എല്ലാറ്റിനും സംഘടനയുണ്ടല്ലോ. ഈ കേരളത്തിലെ ഈ ഫോറൻസിക് സർജന്മാരുടെ സംഘടന ഇക്കാര്യത്തിൽ എടുത്തു പിടിച്ചിട്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. 2 ദിവസം മുമ്പാണോ 1 ദിവസം മുമ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ ആഴ്ചയിൽ അവരുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഈ ഫോറൻസിക് സർജന്മാരെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അവർ പറയുന്ന ഒരു യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ആത്മഹത്യയാണ്, അവരൊന്നും ചെയ്തിട്ടില്ല. അവർ ഈ പറയുന്ന ഇതൊന്നും കളക്ട് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഫോറൻസിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ആന്തരാവയവങ്ങൾ അയച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച ഒരു വിദഗ്ധനായ ഒരു കക്ഷി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫോറൻസിക് പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. ഒരാളുടെ വൃക്കയുടെ തൂക്കം എത്രയാണ്, സാധാരണഗതി ഇത്രയൊക്കെ ആരോഗ്യമുള്ള 165 സെന്റിമീറ്റർ ഒരു 55 കിലോ തൂക്കമുള്ള 55 വയസ്സുകാരനായിട്ടുള്ള ഒരാളുടെ ശരീരാവയവങ്ങളുടെ കാര്യം ഈ പറയുന്ന ഒരു ഫോറൻസിക് പാഠപുസ്തകത്തിന് പകർത്തി വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിലൊരു യഥാർത്ഥത്തിലുള്ള ഗൗരവമുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടി അവിടെ നടന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇതായിരിക്കില്ല. കാരണം ഒരു ADM-ന്റെ നിലവാരത്തിൽ ഒരാളുടെ ശരീരമാണ് തങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്നൊരു ഗൗരവ ബുദ്ധി ഈ പറയുന്ന ഫോറൻസിക് സർജന്മാർക്ക്, അതും സർക്കാരിന്റെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്മാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെയാവില്ല. അത് നമുക്ക് ഇതൊരു ക്രൈം ആണെന്നുള്ള നിലയിലാണെങ്കിൽ അതിനുള്ള കാരണം അത് ഏത് ഫോറൻസിക് സർജനും, കാരണം അയാളുടെ തൊഴിലിന്റെ ഒരു പ്രധാനം, അയാളുടെ പ്രൊഫഷണലായ എത്തിക്സിന്റെ ഒരു പ്രധാനം, അയാളുടെ ധാർമ്മികതയുടെ പ്രശ്നമില്ലേ, അത് കാണാനില്ല ഇതില്. കാരണം മുൻകൂട്ടി ഇതൊരു ആത്മഹത്യയാണെന്നും ഇത് ആ നിലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശവശരീരമൊക്കെ കൂടി ഈ പറയുന്ന ദഹിപ്പിച്ച് കളയുന്നതോടുകൂടി തീരുന്ന, അതിനു വേണ്ടിയിട്ടാണല്ലോ കണ്ണൂർ സെക്രട്ടറി പത്തനംതിട്ട വരെ പോകുന്നു. പത്തനംതിട്ടയിലെ പാർട്ടി ഒന്നടങ്കം ഈ കുടുംബത്തെ ഈ പറയുന്ന എമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് കയ്യിൽ വെക്കുന്നു. അവിടുത്തെ എല്ലാ മരണാനന്തര ചടങ്ങുകളുടെ എല്ലാ കാര്യവും ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് എല്ലാവരും കണ്ടതാണല്ലോ. ഇത് മുഴുവൻ പാർട്ടി നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരം കത്തിച്ചു കളയുന്നത് വരെയുള്ളത് ഉറപ്പാക്കുന്നുണ്ട് വളരെ വേഗത്തിൽ. കൊണ്ടുപോകുമ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, കൊണ്ടുപോകുമ്പോൾ ഈ വഴിയിൽ ഒരിടത്തും ഈ നവീൻ ബാബു ഈ മാധ്യമ പ്രചാരണങ്ങളുടെ ഒരു പുറത്ത് കേരളത്തിലെ മനുഷ്യർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഉദ്വേഗത്തിന്റെ വെളിച്ചത്തിൽ ഈ പറയുന്ന നവീൻ ബാബുവിന് എവിടെ വെച്ചിട്ടും ഒരു ആദരാഞ്ജലികൾ ലഭിക്കരുത് എന്ന് ഉറപ്പുവരുത്താൻ പാകത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിന്റെ ഇപ്പുറമുള്ള കാൾടെക്സിൽ 1 മണി കഴിയുന്ന സമയത്ത് വരും എന്ന് പറയുന്ന ഈ ശവശരീരം വേറൊരു വഴിക്ക് ഒരു കുറുക്കു വഴിയിലൂടെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അകമ്പടി. അത് പോലീസുകാരൻ ഈ പറയുന്ന ഒരു വിഡ്ഢി വേഷമായിട്ട് ഈ പറയുന്ന കാൾടെക്സിൽ ഈ അകമ്പടി പോലീസുകാരുടെ എസ്കോർട്ട് വാഹനം കാത്തു വന്നിട്ട് പിന്നെ ഓടി വരാതായപ്പോ നാണം കെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ആത്മഹത്യ, ഈ മരണത്തെ കുറിച്ച് ഈ ആളുകൾക്ക് എന്തോ ഒരു മുൻധാരണയുണ്ട്. ലോകം അറിയുന്നതിന് മുമ്പ് ഈ മരണത്തെക്കുറിച്ച് ഇതിന്റെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. ഈ മരണം ഒരു ആത്മഹത്യ ആയിരിക്കും എന്നത് ആദ്യമേ ഉറപ്പാക്കപ്പെട്ടിട്ടിട്ട ഒരു FIR ആണ്, ഉറപ്പാക്കിയിട്ടിട്ടുള്ള ഒരു ഇൻക്വസ്റ്റ് റിപ്പോർട്ടാണ്, ഉറപ്പാക്കി നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം പ്രഹസനമാണ്. ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലോകത്തോട് പറയാനുള്ളത്, ന്യായാസനവും നമ്മുടെ ഈ ഡെമോക്രാറ്റിക് പോളിറ്റിയുടെ ഒരു ഭാഗമാണല്ലോ. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ എനിക്ക് കേരളത്തിലെ ന്യായാസനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള പ്രധാനപ്പെട്ട അഭ്യർത്ഥന, ഇത് ഇങ്ങനെ ഒരു കാര്യത്തിലും സംഭവിക്കാൻ പാടില്ല എന്ന് കോടതികൾ